2013 iOS 7 ശേഷം ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും ബിഗ്ഗസ്റ്റ് വിഷ്വൽ റീഫ്രഷാണ് iOS 26. iOS 26 UI എലമെൻറ്റുകളിൽ കൊണ്ടുവന്ന ഡ്രാസ്റ്റിക് ആയിട്ടുള്ള റീഡിസൈനാണ് ലിക്വിഡ് ഗ്ലാസിനോടൊപ്പം നിരവധി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സും ധാരാളം പുതിയ ഫീച്ചേഴ്സും അടങ്ങുന്നതാണ് iOS 26. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 26ൻ്റെ 40-ലധികം വരുന്ന പുതിയ ഫീച്ചേഴ്സും ചേഞ്ചസുമാണ് ഞാൻ പരിചയപ്പെടുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഇതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാറ്ററി ഇൻഡിക്കേറ്റേഴ്സാണ്. സോ ഇനി മുതൽ നമുക്ക് ഡിവൈസ് ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എത്ര മിനിറ്റുകൾക്കുള്ളിൽ 80% ഡിവൈസ് ചാർജ് ആകും എന്നുള്ളതിൻ്റെ ബാറ്ററി ഇൻഡിക്കേഷൻ ലോക്ക് സ്ക്രീനിൽ ഏറ്റവും ടോപ്പിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. 2, ഇതിൻ്റെ ഭാഗമായിട്ട് ബാറ്ററി സെറ്റിംഗ്സിനകത്തും നിരവധി മാറ്റങ്ങളാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ബാറ്ററി ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ UI മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ബാറ്ററി ചാർജ് കയറുന്ന സ്പീഡും അതിൻ്റെ 100% എപ്പോൾ എത്തും എന്നുള്ളതിൻ്റെ സകല ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഡെയിലി യൂസേജ് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് പോകാൻ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ലോ ചാർജർ ആണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഈ ഒരു സെറ്റിംഗ്സിൽ കാണിക്കുന്നതായിരിക്കും. 3, ബാറ്ററി സെറ്റിംഗ്സിനകത്ത് തന്നെ ഏറ്റവും താഴെയായിട്ട് പവർ മോഡ് ഓപ്ഷനിൽ പുതിയൊരു ഫംഗ്ഷനാലിറ്റി ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അഡാപ്റ്റീവ് പവർ മോഡ്. ഇത് ലോ പവർ മോഡ് പോലെയല്ല. അഡാപ്റ്റീവ് പവർ എന്ന് പറയുന്ന മോഡ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കുറച്ച് ബാറ്ററി ചാർജ് നമുക്ക് ഡിവൈസിലുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷനാലിറ്റി ഡൈനാമിക്കലി പല സെറ്റിംഗ്സും നമ്മുടെ ഡിവൈസ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ സെറ്റിംഗ്സ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കിലേക്കും അങ്ങനെ ബാറ്ററി ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. 4, ഹോം സ്ക്രീനിൻ്റെ കസ്റ്റമൈസേഷനിൽ കൊണ്ടുവന്നിരിക്കുന്ന നിരവധി മാറ്റങ്ങളാണ്. അതിൽ എഡിറ്റ് ഓപ്ഷനിൽ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ UI എലമെൻറ്റുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാം ഡിഫോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഐക്കൺസ് ആണ്. ഐക്കൺസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും വളരെ എടുത്തു പറയാൻ സാധിക്കും. ആൻഡ് ഡാർക്ക് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ യൂഷ്വൽ ഉള്ള പോലെ തന്നെ. എന്നാൽ ഇതിൽ പുതിയ ഒരു അഡീഷനാണ് ക്ലിയർ എന്ന് പറയുന്ന ഈ ഒരു മോഡ്. സോ ക്ലിയർ മോഡിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് ഐക്കൺസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ മോഡിൽ തന്നെ നമുക്ക് താഴെയായിട്ട് കാണാം 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് മോഡും ഉണ്ട്, അതിൻ്റെ തന്നെ ലൈറ്റ് മോഡും ഉണ്ട്. സോ നിങ്ങൾക്ക് വാൾപേപ്പർ കോൺട്രാസ്റ്റ് അനുസരിച്ച് ഈ ലൈറ്റ് മോഡും ഡാർക്ക് മോഡും മാറ്റാൻ സാധിക്കും. ഡാർക്കർ വാൾപേപ്പർ ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് മോഡും, ലൈറ്റർ വാൾപേപ്പർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഡാർക്ക് മോഡ് ഐക്കൺസും ഈ ഒരു ക്ലിയർ മോഡിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഫൈനലി ടിൻറ്റഡ് ആ കളേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഐക്കൺസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് റീസെൻ്റ്ലി ഫോണിൻ്റെ കളറും ഫോണിൻ്റെ കേസിൻ്റെ കളേഴ്സും ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഐക്കൺസ് മാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതാണ് ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്ന ഈ 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ റൈറ്റ് കോർണറിലായിട്ട് ഐക്കൺ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐക്കൺസ് ഇതുപോലെ അഡ്ജസ്റ്റ് ആകുന്നതായിരിക്കും. 5, വളരെ പ്രധാനപ്പെട്ട നാവിഗേഷൻ ജസ്റ്ററിൽ കൊണ്ട് നിൽക്കുന്ന ഒരു മാറ്റമാണ്. ഇതുവരെ നമുക്കറിയാം നമ്മളൊരു സെറ്റിംഗ്സിലോ അല്ലെങ്കിൽ ഏത് ഓപ്ഷനിൽ പോയാലും അതിനകത്തേക്ക് പോയി നമ്മൾ ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫാർ എൻഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മാത്രമേ പോകാൻ സാധിക്കുള്ളായിരുന്നു. എന്നാൽ iOS 26 നമുക്ക് ഇനി മുതൽ ഫാർ എൻഡിലേക്ക് ഡിസ്പ്ലേയുടെ ഫാർ എൻഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് 1 ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു റൈറ്റ് സൈഡിൽ തന്നെ സ്വൈപ്പ് ചെയ്താൽ ബാക്കിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. 6, ഐക്കൺസിലും വിജിറ്റിലും നിങ്ങൾ ഈ കാണുന്ന ഷിമ്മർ ഇഫക്റ്റാണ്. അതായത് ഐക്കൺസ് നമ്മൾ ടിൽറ്റ് ചെയ്യുന്നതനുസരിച്ച് ഡിവൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ബോർഡേഴ്സിൽ കൂടെ ഒരു ഷിമ്മറിങ് എഫക്റ്റ് പോകുന്ന കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് 26ൻ്റെ ആനിമേഷൻസ്. നമ്മൾ iOS 18 ലോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഡിവൈസ് ലോക്ക് ആകുന്നത്. എന്നാൽ 26ൻ്റെ ആ ഒരു ലോക്ക് ആനിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, ആപ്സ് എല്ലാം പറന്നു പോകുന്ന പോലത്തെ ഒരു ചെറിയ ഒരു ആനിമേഷൻ ആപ്പ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പം ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള ആനിമേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നിരവധി ഇഫക്റ്റുകൾ ആപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് നോട്ടിഫിക്കേഷൻ സെൻറ്റർ നമ്മളിങ്ങനെ താഴത്തേക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഹോം സ്ക്രീൻ ഏത് രീതിയിലാണ് ബ്ലർ ഔട്ടായി ഫെയ്ഡ് ഔട്ടായി മൊത്തത്തിൽ ലോക്ക് സ്ക്രീനിലേക്ക് പോകുന്നത്. എന്നാൽ iOS 26 ഇത് വർക്കാകുന്നത് വേറൊരു രീതിയിലാണ്. നമ്മൾ ഇതുപോലെ നോട്ടിഫിക്കേഷൻ താഴത്തേക്ക് കൊണ്ടുവരുമ്പം നിങ്ങൾക്ക് കാണാം അവിടെ ആ ഒരു ഗ്ലാസ് എഫക്റ്റ് കൃത്യമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ താഴത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഏറ്റവും അവസാനം എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹോം സ്ക്രീൻ മൊത്തത്തിൽ ഡിസ്പേഴ്സായി പോകത്തുള്ളൂ. നമ്മൾ അവിടെ താഴേക്ക് കൊണ്ടുവരുന്നവരെ നമുക്ക് കാണാം നോട്ടിഫിക്കേഷൻ സെൻറ്റർ ഹോം സ്ക്രീനുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ കൈ റിലീസ് ചെയ്യുന്ന ആ ടൈമിലാണ് അത് മാഞ്ഞു പോകുന്നത്. ഇതുപോലെ തന്നെയാണ് ടോഗിൾ സ്വിച്ചിൻ്റെ കാര്യത്തിലും. iOS 18 കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം iOS 18 ടോഗിൾ സ്വിച്ച് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ടോഗിൾ സ്വിച്ചാണ്. എന്നാൽ 26 വന്നപ്പം കുറച്ചും കൂടെ ഓവൽ ഷേപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എഡ്ജസ് കുറച്ചും കൂടെ ഫ്ലാറ്റർ ആക്കി എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇത് സ്വിച്ച് ചെയ്യുമ്പോൾ ആനിമേഷനാണ് അതിനേക്കാൾ രസകരം. സോ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പം ആ ഒരു റെയിൻ ഡ്രോപ്പ് മാറുന്ന രീതിയിലുള്ള ഒരു ആനിമേഷൻ. 8, കൺട്രോൾ സെൻറ്ററിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന മൊത്തത്തിലുള്ള മാറ്റങ്ങളാണ്. സോ iOS 18 കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം
മൊത്തത്തിലൊരു UI എലമെൻറ്റുകളിൽ നല്ല രീതിയിലുള്ള ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. ഗിഫ് ഐക്കൺ എലമെൻറ്റുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളോടൊപ്പം തന്നെ നിരവധി കൺട്രോളുകളും പുതുതായിട്ട് ആപ്പിൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നെയിം റെക്കഗ്നിഷൻ. ലോക്കൽ ക്യാപ്ചറൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് നിങ്ങൾ വീഡിയോ സ്ട്രീം ചെയ്യുന്നു അല്ലാന്നുണ്ടെങ്കിൽ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യുന്നു, ആ സമയത്ത് നിങ്ങളുടെ ഡിവൈസിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഓഡിയോ വീഡിയോയും അറ്റ് ദ സെയിം ടൈം റെക്കോർഡ് ചെയ്ത് ലോക്കലി സ്റ്റോർ ചെയ്യാനും പിന്നീട് നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കുന്ന പോലത്തെ അടിപൊളി ഫംഗ്ഷനാലിറ്റീസ് ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്. iOS 18 ഉണ്ടായതിനേക്കാൾ നിരവധി ഓപ്ഷൻസ് ആണ് ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സൗണ്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെറ്റിംഗ്സിലെ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നമുക്ക് കിടിലൻ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് റിംഗ് ട്യൂൺസിൽ റിഫ്ലക്ഷനകത്ത് നമുക്ക് 5 പുതിയ റിംഗ് ടോണുകളാണ് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് എക്സിറ്റായി താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പുതിയൊരു ഫംഗ്ഷനാലിറ്റി ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് റെഡ്യൂസ് ലൗഡ് സൗണ്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾ രാത്രിയിലൊക്കെ കിടക്കുന്ന സമയത്ത് ലിസൺ ചെയ്യുന്ന ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ മൂവിയോ ആയിക്കോട്ടെ, അതിലെ സൗണ്ടുകൾ വളരെ സോഫ്റ്റർ ആയിട്ടുള്ള സൗണ്ട് ഏത് വോളിയത്തിലാണോ പ്ലേ ചെയ്യുന്നത് അതനുസരിച്ച് അതിൻ്റെ ഹയർ സൗണ്ടുകളും ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി മുതൽ വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഏത് പാട്ടും നിങ്ങളുടെ ഫോണിൻ്റെ റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഫയൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുന്നു. അവിടെ നമുക്ക് ക്വിക്ക് ലുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ ഈ ഒരു ഷെയർ ഷീറ്റിൻ്റെ ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാം യൂസ് ആസ് റിംഗ് ടോൺ. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂസ് ചെയ്യുന്ന ആ ഒരു ഓഡിയോ ഫയൽ 30 സെക്കൻഡ് ഡ്യൂറേഷൻ മാത്രമേ കാണാവുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളത് ഓഡിയോ കട്ടറിലിട്ടിട്ട് കട്ട് ചെയ്ത് 30 സെക്കൻഡ്സ് ആക്കി നിങ്ങൾക്ക് വേണ്ട പോർഷൻ മാത്രം കട്ട് ചെയ്തതിന് ശേഷം അത് ഫയലായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ നിരവധി മാറ്റങ്ങൾ വന്നിരിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് ക്യാമറ ആപ്ലിക്കേഷൻ. സോ നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷനിലെ എൻറ്റയർ UIയിൽ നിരവധി ചേഞ്ചസ് കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന്, നിലവിലുള്ളതിനേക്കാൾ കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടുള്ള ഒരു ലുക്കാണ് നമുക്കിപ്പം ക്യാമറ ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി താഴെ കൊടുത്തിരിക്കുന്ന ആ ലെൻസുകൾ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്. iOS 18 ആ ലെൻസ് സ്വിച്ച് ഓപ്ഷന് ചുറ്റിനും ഒരു ബാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ iOS 26 വന്നപ്പം അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പം ആകെ 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ആദ്യമേ കാണാൻ സാധിക്കുന്നത്. എന്നാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബട്ടണുള്ള മറ്റ് ഓപ്ഷൻസ് കാണാം. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പം എല്ലാ ഓപ്ഷൻസും ഇവിടെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഏത് മോഡിലേക്ക് സ്വിച്ച് ചെയ്താലും ആ മോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് ഓപ്ഷൻസ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ ഈ ഒരു ഡോട്ടിൽ ആ ഒരു ഗ്രിഡിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ആക്സസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫ്രെയിം റേറ്റുകളും വീഡിയോ സെറ്റിംഗ്സും സ്വിച്ച് ചെയ്യേണ്ട റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ് ആയിക്കോട്ടെ, ഫോർമാറ്റ് ഉൾപ്പെടെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനി ക്യാമറ സെറ്റിംഗ്സിനകത്ത് പോയാലും നമുക്ക് നിരവധി ഓപ്ഷൻസ് കാണാം. ഒന്ന്, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാഷ്, ലൈവ് ഫോട്ടോ, ആക്ഷൻ മോഡ് ഇതിൻ്റെയൊക്കെ ഇൻഡിക്കേഷൻ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എനേബിൾ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് ഇതുവരെ ഇല്ലാത്ത മറ്റൊരു കാര്യം കാണാം. അതാണ് ലെൻസ് ക്ലീനിങ് ഹിൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫോട്ടോ എടുക്കാൻ നേരത്ത് നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ ലെൻസിൽ എന്തെങ്കിലും സ്കഫിങ്ങോ അല്ലെങ്കിൽ മാർക്കിങ്ങോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു വാർണിംഗ് ലഭിക്കും. അതായത് ലെൻസ് ക്ലീൻ ചെയ്യാനുള്ളൊരു വാർണിംഗ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സെറ്റിംഗ്സിൽ വന്നൊരു മാറ്റമാണ് സെർച്ച് ബാർ ഏറ്റവും താഴത്തേക്ക് കൊണ്ടുവന്നത്. ഇതുവരെ iOS 18 സെർച്ച് ബാർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുകളിൽ പോയിട്ട് താഴത്തേക്ക് സ്വൈപ്പ് ചെയ്താൽ മാത്രമാണ് സെർച്ച് ബാർ കാണുന്നത്. എന്നാൽ ഇപ്പം iOS 26 വന്നപ്പം വളരെ എളുപ്പം നമുക്ക് ഓരോ ആപ്സ് ആണെങ്കിലും സെറ്റിംഗ്സ് ആണെങ്കിലും സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ജസ്റ്റ് വൺ ഹാൻഡ് യൂസേജിൽ തന്നെ നമുക്ക് സെർച്ച് ബാറിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് കീബോർഡിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യത്യാസമാണ് iOS 26 വന്നപ്പം കാണാൻ സാധിക്കുന്നത്. iOS 26 വളരെ റൗണ്ടഡ് ആയിട്ടുള്ള എഡ്ജസ് അല്ലെങ്കിൽ കോർണേഴ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കീസ് തമ്മിലുള്ള സെപ്പറേഷൻ ഗ്യാപ്പ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. അതുപോലെ സ്പേസ് ബാറിലും സെർച്ച് കീയിലും നമുക്ക് ആ ഒരു റൈറ്റിംഗ്സ് കാണാൻ സാധിക്കുന്നില്ല. അതിന് പകരം ഗിഫ് ഐക്കൺസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്പേസ് ബാറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബൈലിംഗൽ കീബോർഡിൻ്റെ ഡിനോട്ടേഷൻ ആണ് ഏറ്റവും താഴെ ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം സെർച്ച് ബാറിൽ ലെൻസ് ഐക്കണുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഫോക്കസ് മോഡിലും കാര്യമായിട്ടുള്ളൊരു പുതിയൊരു ഫിൽറ്റർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഫിൽറ്റർ ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോൺ ഫിൽറ്റർ ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. വർക്ക് ഫോക്കസ് ആണ് നിങ്ങൾ എനേബിൾ ചെയ്തിരിക്കുന്നതെങ്കിൽ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോളുകളും മെസ്സേജസും മാത്രം വരാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഫോക്കസ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ഫോട്ടോസ് ആപ്പ് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല. കഴിഞ്ഞ വർഷം iOS 18 ആപ്പിൾ അത് കുളമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പുതിയ ഫോട്ടോസ് ആപ്പിൽ ആപ്പിൾ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിലാദ്യം തന്നെ താഴത്തെ ടാബ് ബാർ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈബ്രറി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കളക്ഷൻസും കൊടുത്തിട്ടുണ്ട്. നേരത്തെ എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു. സോ നമുക്കത് വളരെ കൺഫ്യൂസിങ് ആയിരുന്നു. എപ്പോഴും നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കളക്ഷൻസിനകത്തായിരിക്കും പോകുന്നത്. അവിടുന്ന് റീസെൻറ്റ് ആൽബത്തിൽ കയറിയിട്ട് വേണം ഫോട്ടോസൊക്കെ കാണാൻ. പിന്നെ അതുപോലെ ഫിൽറ്റേഴ്സ് ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നു. എന്നാൽ iOS 26 ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈബ്രറി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു 3 ഡോട്ട് ഓപ്ഷനിൽ
ഇതിൻ്റെ ഓർഡേഴ്സ് നമ്മളെങ്ങനെ ഫോട്ടോ ഡിസ്പ്ലേ ചെയ്യണം, അതോടൊപ്പം ഫിൽറ്റർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഏറ്റവും താഴെ കളക്ഷൻസ് ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവിടെ മെമ്മറീസ് ഉണ്ട്, പിൻഡ് ആൽബംസ്, പീപ്പിൾ, ഫീച്ചേർഡ് ഫോട്ടോ, ഇങ്ങനെയുള്ള നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ iOS 18 പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും റീ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി. ഇതിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഓരോ കാറ്റഗറീസും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിൻഡിനകത്ത് പോയാൽ നമുക്ക് അഡീഷണലി എന്തെങ്കിലും ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ റീ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഫോട്ടോസിൻ്റെ ഓപ്ഷനിൽ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഫോട്ടോ വ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം സെൻട്രലായിട്ടാണ് നമുക്ക് ആ ഒരു ടൈമും ഡേറ്റും കൊടുത്തിരിക്കുന്നത്, അതോടൊപ്പം ലൊക്കേഷനും കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ നമ്മൾ പോർട്രേറ്റിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പേഷ്യൽ സീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ആ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പേഷ്യൽ സീൻ എനേബിൾ ആവുകയും നമ്മൾ ഡിവൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു 3D എഫക്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെ ഒരു സ്പേഷ്യൽ ഫോട്ടോ ഫീച്ചറും ആപ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലടുത്ത് വന്ന മറ്റൊരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റൽ മെനൂസ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നോട്ട്സ് ആപ്പിൽ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. പ്രീവിയസ്ലി ഈ ടോപ്പ് ബാറിൽ കാണിക്കുന്ന ഓപ്ഷൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വൈപ്പ് ചെയ്ത് പോകണമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു ആരോ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് കോണ്ടെക്സ്റ്റൽ മെനൂസ് വരുന്നതാണ്. iOS 18 26 തമ്മിലുള്ള വ്യത്യാസമാണിത്. എന്തെല്ലാമാണ് ഈ മെനൂസ്, അതിന് സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഗിഫ് ഐക്കണും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് എന്തൊക്കെയാണ് ഈ ഓപ്ഷൻസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതേ മാറ്റങ്ങൾ നമുക്ക് ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുമ്പോഴും കാണാൻ സാധിക്കും. ഫൈൻഡ് നോട്ട്, മൂവ് നോട്ട്, റീസെൻറ്റ് നോട്ട്സ്, മാത്ത് റിസൾട്ട് വരെ നമുക്കിതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഷെയർ ഷീറ്റിൻ്റെ ഓപ്ഷനിലേക്ക് പോകുമ്പോഴും നമുക്ക് ഈ ഒരു ഷെയർ ഷീറ്റ് ഓപ്പൺ ആയി വരുന്നത് നമുക്ക് ടോപ്പ് പോർഷനിലാണ്. പൊതുവേ നമുക്ക് ഷെയർ ഷീറ്റിൽ ഓപ്പൺ ആയി വരുന്ന ബോട്ടം പോർഷനിലാണ്. പക്ഷേ നോട്ട്സ് ആപ്പിൽ നമുക്ക് ഷെയർ ഷീറ്റ് ഓപ്പൺ ആയി വരുന്ന ടോപ്പ് പോർഷനിലാണ്. അതോടൊപ്പം മാർക്ക് ഡൗൺ ലാംഗ്വേജിൽ അല്ലെങ്കിൽ മാർക്ക് ഡൗൺ ഫോർമാറ്റിൽ നമുക്ക് ഈ ടെക്സ്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ ഫയൽസ് ആപ്പിലും നിരവധി മാറ്റങ്ങളാണ് iOS 26 വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫോൾഡേഴ്സിൻ്റെ ഒക്കെ കളേഴ്സ് കസ്റ്റമൈസേഷൻ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒരു ഫോൾഡറിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ഫോൾഡർ ആൻഡ് ടാഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഇഷ്ടമുള്ള ഇമോജികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഫോൾഡേഴ്സിൻ്റെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് അത് ടാപ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡറിൻ്റെ കളേഴ്സൊക്കെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫയൽസ് ആപ്പിൽ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ചേഞ്ചസ് ആപ്പിൾ iOS 26 കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ iPadOSൻ്റെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ റിമൈൻഡേഴ്സ് ആപ്പിനും കാര്യമായിട്ടുള്ള റീഡിസൈനാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓട്ടോ കാറ്റഗറൈസേഷൻ ഫംഗ്ഷനാലിറ്റി ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സജസ്റ്റഡ് റിമൈൻഡേഴ്സ്, ക്വിക്ക് റിമൈൻഡേഴ്സ്, ഇവിടെ നമുക്ക് ഏറ്റവും ടോപ്പിൽ കാറ്റഗറീസ് പല കളേഴ്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫോൾഡർ ടൈപ്പിൽ. അതോടൊപ്പം താഴെ ലിസ്റ്റുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ക്വിക്ക് റിമൈൻഡേഴ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് റിമൈൻഡേഴ്സ് ആപ്പിലേക്ക് ഒരു ക്വിക്ക് റിമൈൻഡർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ സെൻറ്ററിൽ നിന്ന് ഡയറക്റ്റ് ആഡ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക ലോക്ക് സ്ക്രീനിൽ, കസ്റ്റമൈസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കാണുന്ന ഓപ്ഷൻസ്, അതായത് ചെറിയ ക്വിക്ക് ആക്ഷൻ മെനൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഈ ക്യാമറ ഐക്കണിൻ്റെ അവിടെ പോയിട്ട് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വിക്ക് ആക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ഒരു റിമൈൻഡർ ആഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് അതിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റിമൈൻഡേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ നമുക്ക് ടൈം ആൻഡ് ഡേറ്റ് സ്കെഡ്യൂൾ ചെയ്യാൻ സാധിക്കും, ലൊക്കേഷൻ, ഫ്ലാഗ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്വിക്ക് റിമൈൻഡറിൽ ആഡ് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ഏത് റിമൈൻഡേഴ്സ് ലിസ്റ്റിലേക്ക് ഇത് ആഡ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ പോലും സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് വിഷ്വൽ ഇൻ്റലിജൻസ്. ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് വിഷ്വൽ ഇൻ്റലിജൻസ്. അതിലും ചെറിയ രീതിയിലുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗൂഗിളിലുള്ള സർക്കിൾ ടു സെർച്ചിന് സിമിലർ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, ഒരു ഇമേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഹൈലൈറ്റ് ടു സെർച്ച്. ഞാനിവിടെ ഇപ്പം ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇമേജ് എന്താണെന്നുള്ളത് നമുക്ക് സജഷൻസ് ഇവിടെ വരുന്നതായിരിക്കും. അത് ഗൂഗിൾ ഇമേജ് സെർച്ച് ആയിരിക്കാം. അതിൽ ഞാനിപ്പോൾ കപ്പാണ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ സർക്കിൾ ചെയ്ത് കൊടുത്തത്, അപ്പോൾ അത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് ആണ് വരുന്നത്. പിന്നീട് ഫോൺ ആപ്പിൾ നിരവധി മാറ്റങ്ങളാണ് ഫോൺ ആപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു പുതിയ ലുക്കാണ്. അതിൽ ഏറ്റവും അവസാനമുള്ള സെർച്ച് ഓപ്ഷനാണ്. അതിൽ നമുക്ക് നമ്പേഴ്സ് അല്ലെങ്കിൽ പേര് വെച്ചിട്ട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാം, കോൺടാക്ട്സ് സെർച്ച് ചെയ്യാം. പിന്നെയുള്ള കോൺടാക്ട്സ് ആണ്, റെഗുലർലി നമ്മുടെ കോൺടാക്ട്സ് എല്ലാം ഇവിടുന്ന് ആക്സസ് ചെയ്യാം. പിന്നെയുള്ളത് കോൾസ് എന്ന് പറയുന്ന ടാബാണ്. ഇതിൽ ഫേവറേറ്റ്സ് ടാബും റീസെൻറ്റ് ടാബും കൂടെ ഒരുമിച്ചാക്കിയിട്ടാണ് ഈ കോൾസ് ടാബ് എന്ന് പറഞ്ഞ ടാബ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് പഴയ ലുക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലാസിക് ലുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേവറേറ്റ്സും റീസെൻറ്റ്സും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. പക്ഷേ യൂണിഫൈഡ് ആയിട്ടുള്ള ഈ ലുക്ക് ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. ടോപ്പിലുള്ള ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിസ് കോൾസ്, വോയിസ് മെയിൽ,
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിൽട്ടർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കോൺടാക്ട്സ് ആപ്പിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺടാക്റ്റുകൾ അത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതിനുള്ള ചെറിയൊരു സിമ്പിൾ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു കോൺടാക്റ്റ് ഞാൻ ബ്ലോക്ക് ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഏറ്റവും അറ്റത്തായിട്ട് ആ ഒരു ബ്ലോക്കിൻ്റെ ഗിഫ് ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മളുടെ ഡിവൈസിൻ്റെ ഹെൽത്ത് ആപ്പിൽ നമ്മൾ ഏതൊക്കെ കോൺടാക്റ്റുകൾ എമർജൻസി കോൺടാക്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു എമർജൻസി കോൺടാക്റ്റിൻ്റെ ഗിഫ് ഐക്കണും ആ ഒരു കോൺടാക്റ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോൺ ആപ്പിൽ മാത്രമല്ല, ഫോൺ ആപ്പിൻ്റെ സെറ്റിംഗ്സിലും ആപ്പിൾ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഹോൾഡ് അസിസ്റ്റ് ഡിറ്റക്ഷൻ. അതായത് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓപ്പോസിറ്റുള്ള ആൾ നമ്മളുടെ ഡിവൈസ് അല്ലെങ്കിൽ നമ്മൾ കോൾ ഹോൾഡിൽ വെക്കുവാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത് ഡിറ്റക്റ്റ് ചെയ്യുകയും നമുക്ക് കോളിൽ നിന്ന് എക്സിറ്റ് ആയാലും കുഴപ്പമില്ല, ആ ആൾ തിരിച്ച് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരു പോപ്പപ്പ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ തരികയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കസ്റ്റമർ കെയറിലൊക്കെ വിളിക്കുമ്പോൾ നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ താഴത്തേക്ക് പോകുമ്പോൾ സ്ക്രീൻ അൺനോൺ കോളേഴ്സ്, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്പാം കോൾ വന്നപ്പം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഡിവൈസ് തന്നെയാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ഇത് കോൾ ജെനുവിൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് ഫോർവേഡ് ചെയ്ത് കോളിൻ്റെ റിങ് പോലും തരത്തുള്ളൂ. ഇനി iOS 26 നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇതുപോലത്തെ വ്യൂ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ ഇഷ്ടപ്പെട്ടില്ല, അതായത് ഫുൾ പേജ് വരുന്ന ആ വ്യൂ വേണ്ട, നിങ്ങൾക്ക് iOS 18 ഉള്ള പോലത്തെ സൈഡിൽ ബോട്ടത്തിൽ വരുന്ന ആ ടൈപ്പിലുള്ള വ്യൂ മതി എന്നുണ്ടെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സെറ്റിങ്സിൽ പോവുക, സെർച്ച് ചെയ്യുക സ്ക്രീൻ ക്യാപ്ചർ, അതിൽ ഫുൾ സ്ക്രീൻ പ്രിവ്യൂ എന്നുള്ളത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വരുന്ന സ്ക്രീൻഷോട്ട് പഴയ പോലെ തന്നെ ബോട്ടത്തിൽ നിന്ന് അങ്ങനെ ഡിസപ്പിയർ ആയി പോകത്തേ ഉള്ളൂ. സ്ക്രീൻ ക്യാപ്ചറിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് കാർ പ്ലേ സ്ക്രീൻഷോട്ട്. അതായത് നമ്മൾ ഡിവൈസ് വാഹനത്തിലൊക്കെ പോകുമ്പോൾ കാർ പ്ലേ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോണിലൊരു സ്ക്രീൻഷോട്ട് എടുത്താൽ അതിനോടൊപ്പം തന്നെ കാർ പ്ലേയുടെയും സ്ക്രീൻഷോട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. സോ അതിപ്പോൾ നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ തന്നെ സ്ക്രീൻ ക്യാപ്ചറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് സഫാരിയിലും കാര്യമായിട്ടുള്ള UI ചേഞ്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം ഏറ്റവും ബോട്ടത്തിൽ നമുക്ക് ആ ഒരു URL ടൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ടാബ് എന്ന് പറയുന്നത് നമുക്ക് ഡിസപ്പിയർ ആകും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു വ്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സെറ്റിംഗ്സിൽ പോയി സഫാരി ആപ്പിൻ്റെ സെറ്റിംഗ്സിൽ ടാബ് വ്യൂ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബോട്ടം പഴയതുപോലെ വേണം എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ബോട്ടം ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ടാബ് വ്യൂ ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിൽ നമുക്ക് പേജസുകൾ, ബുക്ക് മാർക്ക്, ഷെയർ ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി കോമ്പാക്റ്റ് വ്യൂവിൽ നമ്മൾ ടാബുകൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് വേണം ഓൾ ടാബ്സ് എന്ന ഓപ്ഷനിലേക്ക് പോകാം. അതിന് പകരം ജസ്റ്റ് മേളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാബുകൾ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ഷെയർ ഓപ്ഷൻ, ബുക്ക് മാർക്ക് ഓപ്ഷൻ എല്ലാം ഈ 3 ഡോട്ടിൻ്റെ ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത്. പിന്നീട് മെസ്സേജസ് ആപ്പ് അതും റീവാമ്പ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ നമുക്ക് ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ അൺനോൺ സെൻഡേഴ്സ്, ട്രാൻസാക്ഷൻസ്, പ്രൊമോഷൻസ്, സ്പാം, റീസെൻ്റ്ലി ഡിലീറ്റഡ് ഓപ്ഷൻസ് എല്ലാം തന്നെ ഇവിടുന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൽ മെസ്സേജസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിരവധി കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന്, നമുക്ക് ചാറ്റിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ടോപ്പിലുള്ള ഓപ്ഷനിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് പല വാൾപേപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള വാൾപേപ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഫോട്ടോസ് നമുക്ക് സെൻഡ് ചെയ്തേക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലിങ്കുകൾ, ഷെയർ ചെയ്തേക്കുന്ന ലിങ്കുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് ഇപ്പം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് മ്യൂസിക് ആപ്പിൻ്റെ എൻ്റെ UI ആപ്പിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, അതായത് നമ്മൾ നേരത്തെ ടാബ് വ്യൂ ഒറ്റ വ്യൂ ആയിരുന്നു. ഇതിലിപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ലൈബ്രറി, ന്യൂ, ഹോം ഇങ്ങനെയുള്ള ഓപ്ഷൻസിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. നമ്മളെപ്പം ഇത് ആക്സസ് ചെയ്യാൻ തുടങ്ങിയാലും ആ ഒരു വ്യൂ പോവും, വീണ്ടും നമ്മൾ അവിടെ ടാപ്പ് ചെയ്യണം. സോ അതൊരു ചെറിയ ഇൻകൺവീനിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ. പ്രത്യേകിച്ച് നമ്മൾ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാർപ്ലേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഫോണിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ ഒരു ഓപ്ഷൻ തന്നെ കണ്ടുപിടിച്ച് ഇങ്ങനെ ടാപ്പ് ചെയ്ത് അതിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് അത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യുമ്പം മ്യൂസിക്കിൻ്റെ ആൽബം ആർട്ട് കംപ്ലീറ്റ്ലി നമ്മുടെ വാൾപേപ്പറിനെ അല്ലെങ്കിൽ ലോക്ക് സ്ക്രീനെ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഓട്ടോമിക്സ്. ഇതാണ് ഓട്ടോമിക്സിൻ്റെ ഓപ്ഷൻ. അതായത് നമുക്ക് ക്രോസ് ഫെയ്ഡ് പോലെ തന്നെ പല പാട്ടുകൾ, അതായത് ഒരു പാട്ട് പ്ലേ ചെയ്തു അത് എൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഓട്ടോമിക്സ് ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പാറ്റേണിലുള്ള സോങ് തന്നെ നമുക്ക് ആ ഒരു ഫ്ലോ പോകാതെ തന്നെ ലഭിക്കുന്നതായിരിക്കും ഓട്ടോമിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നീട് വാളറ്റ് ആപ്പിൽ നമുക്ക് ആപ്പിൾ പേയോ കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിലും നമുക്ക് ഒരു അഡീഷൻ കൂടെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. വാളറ്റ് ആപ്പിൽ വർഷങ്ങളായിട്ട് ഇതുപോലുള്ള ടിക്കറ്റുകളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നേരത്തെ സഫാരിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻ ഇപ്പം നമുക്ക് വാളറ്റിലേക്ക് വന്നേക്കുവാണ്. ഈ ഓട്ടോ ഫിൽ നമ്മുടെ ഫേസ് ID ഇല്ലാതെ ഓപ്പൺ ആകത്തില്ല. സോ ഫേസ് ID ഓപ്പൺ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയ
കാർഡുകൾ, നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡുകളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വാളറ്റ് ആപ്പിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പം ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ വാളറ്റിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ നിങ്ങൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ അതുപോലുള്ള ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന പാക്കേജുകൾ ഓട്ടോമാറ്റിക്കലി, നമുക്ക് മാനുവലി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല, ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാളറ്റ് ആപ്പിലേക്ക് ആഡ് ആവുകയും അതിൻ്റെ സകല ഡീറ്റെയിൽസും അല്ലെങ്കിൽ പാക്കേജ് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റി ആപ്പിൾ ഇപ്പം വാളറ്റ് ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്.